പുട്ടും കടലയും ഗോതമ്പോട്ടും കടലയും. ശാമ്പവിക്ക് തലേദിവസമായി പറയും, കുറേ ദിവസമായി പറയും. ഞാൻ പറഞ്ഞ് ക്ലാസ്സില്ലാത്ത ദിവസം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പം ക്ലാസ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഗോതമ്പോട്ട് ഇപ്പോൾ രാവിലെ ഞാനിന്നാൽ കുറച്ചൊന്നും കിടക്കാവില്ലോ, ക്ലാസ്സൊന്നും ഇല്ലല്ലോ പിള്ളേർക്കെന്ന് പറഞ്ഞപ്പോൾ പറയാം പോയി പുട്ടുണ്ടാക്കാൻ. എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതാണ് ശാമ്പവി. എന്നിട്ട് അവിടെ ഒരു വയറ് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട് അവിടെ. പിന്നില്ലേ, അപ്പഴാണല്ലോ മൊത്തം വൃത്തിയാക്കിയത്. എന്തിനാ പാട്ടൊക്കെ പോയി? അമ്മ വെച്ചാ പാട്ട്. അമ്മ പാട്ട് പറയാമേ. എളുത്തപ്പെട്ട് അലയൻസ് ഒക്കെ മാറ്റിക്കേ, അലയൻസ് മാറ്റിക്കേ, മാറ്റടോ ഇപ്പൊ തരും, ഇപ്പൊ കഴിയുന്നു മാറ്റ്. പാട്ട് വെച്ചോ എന്നാ വെക്കട്ട. രാവിലെ ശീല പറയുന്നതൊക്കെ വേണ്ട, നീ ഒരു പാട്ട് വെച്ചു രാവിലെ കേട്ടോ. അലയൻസ് വെക്കാൻ സമ്മതിക്കാതെ ഞാൻ ഇവിടെ ഇറക്കി വിടും. ഞാൻ എവിടെ പാട്ട്? അമ്മ എഴുത്തെ ആ ചോറിന്റെ ചോറ് എന്നത്തിനാ നിനക്ക്? ഞാൻ ചെയ്തോളാം. ഇത് കുറച്ചുകൂടെ നേരത്തെ വെക്കേണ്ടതായിരുന്നു. ചുറ്റും വീഴ്ച ചുടരയോ? അപ്പത്തേക്കുവാ പടം കുഴപ്പമില്ല, ട്യൂണൊക്കെ ഓക്കെയാ. ഓ വേണ്ട, അലക്സയോട് വേണ്ട. ഞാൻ കുറച്ചു നേരം ഇവിടുന്ന് പണി ചെയ്തോട്ടെ, എന്നിട്ട് കയറി അങ്ങോട്ട് വീട്ടിലോട്ട് പൊക്കോ. ഇപ്പൊ തൽക്കാലം വീട്ടിൽ പൊക്കോ, ഈ പണിയുണ്ട് കേട്ടോ. എന്തിനാ പിടിച്ച് എന്നെ കാണിക്കുന്നേ? നേരച്ചേ ഇപ്പൊ ഞാൻ ഇപ്പൊ വിളിക്കുവേ. നേരത്തെ ഒന്നും ഇല്ല, ഗോതമ്പ് ദോശ പറഞ്ഞപ്പോ ഇഷ്ടമല്ലായിരുന്നു. അത് തെളിവ് വരെ ഉണ്ട്, വീഡിയോക്കകത്ത് വരെ പറയുന്നുണ്ട് ഗോതമ്പ് ദോശയാണോ നിന്നാള്. പഠിത്തമില്ലെങ്കിൽ രാവിലെ എണീക്കുവേ. ആ കസാര പോയിരുന്ന മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷം, അവക്കും സന്തോഷം. അവക്കും സന്തോഷമില്ല, ഇവിടെ കിടന്ന് അലമ്പല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ദുബായിലോട്ട്
അപ്പാടെ ഇട്ടാ പറ്റത്തെ എങ്ങോട്ട് പോവാനാ? രാവിലെ പണി കൊടുത്തു നാരായണിക്ക്. അങ്ങോട്ട് പോക്ക ഇടയ്ക്കൊക്കെ അതെ അങ്ങോട്ടൊക്കെ ഇറങ്ങി ഒന്ന് നടന്നേ ശംഭു. ഈ പെരക്കകത്ത് മാത്രം ഇരിക്കാതെ അങ്ങോട്ട് പോകും. അപ്പം എടുത്തു ആ നാരായണ ചേച്ചി അപ്പം അവിടെ ഇപ്പം ഉണ്ട്. പതിയെ ഞാൻ ഇറക്കാം. ഇതിലെ കൂടെ ഇറങ്ങല്ല. എന്നതാ ഇത്? കൂടെ ഇറങ്ങിയാൽ മതി. ബാ ഇതിലെ കൂടെ ഇറങ്ങിയാൽ എന്നാൽ മര്യാദയ്ക്ക് ഇറങ്ങാം. കോഴിക്കുഞ്ഞിനെ നോക്കും കുറച്ച് നേരം നോക്കാവോ? ആ എന്ന് ശാലം നേരം മതി. അമ്മമാർ എന്നിട്ട് തീറ്റ ദൈവം കൊണ്ട് വെച്ചേക്കുന്നതാണ്. അമ്മമാർ കുറച്ച് നേരം ഇവരൊക്കെ നടന്നു കഴിഞ്ഞേ പിന്നെ പിടിച്ച് തീറ്റ കൊടുത്തിട്ട് കയറ്റിയിടാം. ഇച്ചിരി നേരം ഇല്ല നടക്കട്ടെ. അയ്യോ അവൻ പിടിക്കും. അവൻ കണ്ട് 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 കണ്ട 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 കള്ളൻ കള്ളൻ പോടെ പോടെ കുറച്ച് കഴിഞ്ഞ് തരാം. ആ കല്ല ചവിട്ടല്. ഓ ഇരുന്നോ നിന്നോ ഇറങ്ങ്. ആ കല്ല ചവിട്ടല്ല എൻ്റെ കുഞ്ഞെ. കല്ല ചവിട്ടലുണ്ട്. ഇത് പോവും. ഇറങ്ങ്. ഇതിലെ കൂടെ കയറി വരണ്ട കേട്ടോ. അപ്പുറത്തോടെ കയറി വന്നാൽ മതി. അതിലെ കൂടെ ഇതിലെ ഈ കല്ലൊക്കെ പോവും. കല്ല് കാലേ വീഴിച്ചല്ലേ. ഒത്തൊന്നുമില്ല. വാ ചുമ്മായും കൂടെ വിട്ടേക്കാം. വേണം കുറച്ച് കഴിഞ്ഞ് കേട്ടാടി. ഇച്ചിരി നേരം എല്ലാം നടക്കട്ടന്മാര്. ചോറല്ല കൊടുക്കുന്നത്, തീറ്റയാണ്. അവിടെ വെച്ചേക്ക. അമ്മ തൂത്തോളാം. മോനൊന്നും തൂക്കണ്ട. അവിടെ വെച്ചേക്ക് കേട്ടോ. ചെരുപ്പ് അവിടെ ഇടുന്നേ. ചെരുപ്പിട്ടേ. ആ ചെരുപ്പ് മാറ്റിയിട്. അമ്മോ പോയി. എന്നതാ കുഞ്ഞെ? നോക്കി നടക്ക് കുഞ്ഞെ. അതൊക്കെ ഞാൻ എടുത്തോളാം. വന്നപ്പോൾ എന്നാ പേടിയായിരുന്നു. ഓട്ടുമായിരുന്നു നമ്മളെ കാണുമ്പോൾ. ഇവളിങ്ങനെ ഇതും പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുക. അവിടെ ഇത്ര പൊക്കത്തിൽ പൊങ്ങി പറന്നു വന്ന കുഞ്ഞു കോഴി. കോഴിയെ നോക്കുക. നീ കൂടെ ചെന്ന് നോക്കാം. നാരായണ ചേച്ചിയുടെ കൂടെ നമുക്ക് കമ്പനി കൊടുക്കുക അല്ലേ? എൻ്റെ കാല വീണതല്ല അത്. ശാംഭവി, നീ ഹന്ന സിസ്റ്ററിന്റെ ബുക്കിൽ റെക്കോർഡ് ബുക്കിൽ കുത്തി വരച്ചോ? നീ കുത്തി വരച്ചോന്ന് പറ. അതിനകത്ത് നോക്ക്, കാണുമായിരിക്കും. നീ എന്തിനാ സിസ്റ്ററിന്റെ റെക്കോർഡ് ബുക്ക് കുത്തി വരച്ചത്? സിസ്റ്റർ എന്നോട് പറഞ്ഞു.
അവള് കുത്തി വരച്ചതാ. എന്തിനാ? ഗ്രീൻ കളർ എന്തിയെ? ഒന്നുകൂടെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, നോക്ക്. അത് കാണുന്നില്ല എവിടെ. ആഹാ, അത് നീ സ്കൂളിലാണെ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എന്തിനാ സ്കൂളിൽ കൊണ്ട് വെച്ചേ? ആ സിസ്റ്റർ മേടിച്ച് വെക്കുന്നതാണോ? ആ, ഗ്രീൻ കളർ കിട്ടിയോ? തുമ്മാ പറയാ സ്കൂളിലാന്ന്. റെക്കോർഡ് ബുക്കെ കുത്തി വരച്ചിട്ട് അവള് ഇവിടെ കിടന്നുണ്ട് ബഹളം വെക്കുന്നു. ആ, എന്തിയാ കളർ ചെയ്ത് കാണിച്ചു? എവിടെ കളർ ചെയ്ത്? ഇരുത്താരല്ല, ശാമ്പവി വണ്ടി കയറിയിരിക്കുന്നു. പിന്നെ അവൾക്ക് നേരത്തെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിള്ളേരൊക്കെ അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവർ പിന്നെ ചെയ്യത്തുള്ളൂ. വഷളാക്കാനൊന്നുമില്ല. ഞാൻ ചേട്ടാനോട് ഒരു കാര്യം നിൽക്കാത്ത എന്നാന്നറിയോ, അങ്ങോട്ട് കൊല്ലാൻ തുടങ്ങുവാ. അതാ ഞാൻ നിക്കത്തില്ലാത്ത. ഈ വെള്ളത്തിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് പൊടി കിടക്കുക മണ്ണേല്. ഞാൻ പറഞ്ഞ വെള്ളം എടുത്ത് ചെടിക്ക് ഒഴിക്കാൻ, അവളെ വല വെച്ചാൽ പൊടി പെറുക്കാൻ പോകാൻ പറ്റും. രസത്തിന് സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. അതാ എന്നിട്ട് വലയിലെല്ലാം പൊടിയായിട്ട് പിന്നെ പൊടിയും പോകത്തില്ല. മതിയോ? രാവിലെ എണീറ്റ് കുളിക്കാൻ പോയോ കൊച്ചാ? കുളി കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും പറയരുത്, എൻ്റെ കൊച്ചു നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവിടെ നിന്ന് വിളിച്ച് എണീപ്പിച്ചു ചേട്ടാ. നീ ആ ഇന്നലത്തെ ചരടം അവിടെ ലെവല് നോക്കിക്കൊണ്ടിരുന്നു. എല്ലാം ഞാൻ എൻ്റെ മണ്ടലോട്ട് ഇട്ടോ. ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നില്ല രാവിലെ. അതാ എന്തിയാന്നാ ചോദിച്ചു. ഇവിടെ വെച്ചിരുന്ന സാധനത്തിന് മണ്ടലോട്ട് എല്ലാം ഇത് കൊണ്ടോ കാണിക്കുന്നേ. ചന്ദ്രനെ തൊട്ടത് ചേട്ടാ അല്ലേ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞത് ചരടുകള് അല്ലേ? സൂപ്പർ. കവിഞ്ഞിടണം. ഇന്നത്തെ വീഡിയോ എടുക്കാൻ പറഞ്ഞേ? എന്തിനാ വീഡിയോ എടുക്കാൻ പറഞ്ഞേ? സൂപ്പർ. സൂപ്പർ. എവിടുന്നാ പോകുമ്പോ? എവിടുന്നാ? കടയിൽ നിന്ന് മേടിച്ചാണോ കുട്ടത്? എന്താ ഇതായി പോയി വിടുന്നത്. അപ്പേ ധനായി പോയി മേടിച്ചോണ്ട് വന്നതാ. മതിയോ? സിംബ അയച്ചു വിട്ടാ പിന്നെ നാരായണി ഓടി വരും. ആ ഒരു ആവണക്കണ്ണ ഇരിപ്പില്ല, അതോടെ ആ അത് അവിടെ ഇരിപ്പുണ്ടോ തോന്നുന്നു പുറയില് ഒന്നും തോന്നുന്നു. ഞാനിറക്കാം. കുറെ ദിവസം കൂടി അല്ലേ അഴിച്ചു വിടുന്നത്? അല്ല ഇങ്ങോട്ട് അഴിച്ചു വിടുന്നത്. ഓ അമ്മ എവിടെ? നല്ല സ്മെല്ലുമായ നമ്മുടെ മറ്റേ ചിന്നുവിന്റെ പൗഡർ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഉണ്ടായിരുന്നല്ലേ? അതിന്റെ മണം എപ്പോഴും ഒരു അവനെ കുളിപ്പിച്ചങ്ങോട്ട് പൗഡറൊക്കെ ഇട്ട് നല്ല മിടുക്കനാക്കി അപ്പാ പോയി എന്നാ കുളിപ്പിക്കവനെ. കാടി വെക്കുന്നോണ്ട് കുഴപ്പമില്ല, നരച്ചായിരുന്നല്ലേ?
ആ ഇപ്പോൾ തുടച്ചു. ഓക്കെ, അത്രയും കേസേ ഉള്ളൂ. അടയ്ക്കണോ? എന്നാ വിശേഷം? ഇവിടെ എന്നാ പൈപ്പിൽ വെള്ളം ഒഴിക്കണം. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നേ. ഷാമ്പൂ പറ്റിക്കണം. ഷാമ്പൂക്ക് ഇത്രയൊക്കെ വെള്ളച്ചാട്ടം മതി. ഷാമ്പൂ പ്രായത്തിനനുസരിച്ച് പോകുന്നത്. ചാടാൻ പറ്റുമോന്ന്? പക്ഷെ വേണ്ട, ചാടണ്ട. നോക്കട്ടെ, സൂത്രം നോക്കട്ടെ. എനിക്ക് പണിയുണ്ട്. ചേട്ടാ അവിടെ ഇവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഒച്ച കേൾക്കുന്നു. ഓ ഓ ഇതേമ്മ എരിച്ചിലടിക്കുന്നു. എന്താ കൊള്ളോ, കൊള്ളാലോ. എന്നാ വേണം? ചാവളമ്മ വരുമ്പോ ഞെട്ടിപ്പോവും. കണ്ടാലേ അത് സത്യവാ. എന്നാ വെള്ളമൊക്കെ തരാം. ചാവളമ്മ കണ്ടാലേ ഇത് കാണത്തൊന്നുമല്ല, നേരെ ഒരു പോക്കാ. അപ്പേ 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 ഓഫിയാ അപ്പേ ഓഫിയാ വീഡിയോ കണ്ടില്ല. കണ്ടില്ലേ? അയ്യോ വെക്കത്തില്ല. ഇവിടെ പോടി. പക്ഷേ വിളിക്കുമ്പോൾ വന്നേക്കണം. ഉടുക്കൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ട് എടുത്തിട്ടാ മതി കേട്ടോ. കുട ഉണ്ടല്ലോ. കൊറിയർ വന്നിട്ടുണ്ട് ഒരു ഫോണാണോ? ആ എന്നാണോ എനിക്കറിയത്തില്ല. ഫോണ് പോയി മേടിക്കാൻ എവിടെയാണെന്നറിയോ? എവിടെയാണെന്ന് വല്ല അറിയാം. പിന്നെ എന്നാ ചോദിച്ചേ? നീയല്ലേ പോയി മേടിക്കുന്നേ? ഇവള് പറഞ്ഞു ഇവള് മേടിച്ചോളാം. എവിടെയാ? പ്രതിഭയോടെയോ? പിന്നെ BSNL അവിടെ. ആ മറ്റേ ചിന്താമര സാറ് നടത്തും. സാറ് ഇരുന്നെടുത്ത് പണ്ട്. അപ്പൊ അത് വേറെ ആൾക്കാരുടെ. ഞാൻ ചോദിച്ച തന്നെടുത്തൊന്നുമില്ലേ. ഇപ്പൊ തരുവാ. നിനക്ക് സന്തോഷമാട്ടെ. ഇപ്പൊ തരുവാ. പിന്നെ അതല്ല മറ്റേത് എന്തിനാണ് പോകുന്നത്? അത് മനസ്സിലായി. സാധനം മേടിക്കണ്ടേ? കടുകൊക്കെ തീർന്നു. പൈസ തരണം. ഞാൻ മേടിച്ചോളാൻ പോയി. ആ നീ മേടിച്ചാൽ മതി എന്നാ ഞാൻ പറഞ്ഞു. ഞാൻ മേടിക്കുന്നില്ല. ചേട്ടൻ പോയി മേടിച്ചാൽ മതി. ശമ്പളം മേടിച്ചോണ്ട് വരാൻ പറ. ഉമ്മ വായും വിളിച്ച് വരാ. ശമ്പളം വന്നു. അവിടെ നിന്ന് ഇറങ്ങി വിളിച്ചു പറഞ്ഞ. അമ്മ ഇപ്പൊ കൈ വീശി നടക്കണം. അല്ല എന്റെ കൈ ഫോണുണ്ട്. അത് ഇത് ഞാൻ അമ്മ ഇത് മോളും പോലെ നീയല്ലേ അമ്മ? അങ്ങനെ തോന്നുന്നതോടൊപ്പം എന്താ ചെയ്യാൻ പറ്റും? ആഹാരം കഴിച്ചതിന്റെ മുഖം ഒന്ന് കഴിക്കണം. വേണ്ട, അവള് തന്നെ കഴിക്കോളൂ. അവള് മിടിക്കുക. ബൈക്ക് അപ്പുറത്താനുണ്ട്. നിനക്കെന്നാ? രണ്ട് മടിച്ചുകളാണ്. ബാഗ് പിടിക്കാൻ വേണ്ടി മത്സരം കേട്ടോ. അലമ്പ, അട്ടി, തൊഴി, ചവിട്ട് ഇന്നെല്ലാം നടക്കും കേട്ടോ. ആരാ കൂടുതൽ വെച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അട്ടിപ്പിട്ടി. അതാ കുഴപ്പം. എല്ലാം പറഞ്ഞ് അലമ്പുണ്ടാക്കുകയും ചെയ്യും. ലാസ്റ്റ് പേടിച്ച് പിടിക്കേണ്ടിയും വരും. നാരായണയുടെ ഇന്നത്തെ അവസ്ഥ അതാ. എന്നാ പോകണ്ടേ? തിങ്കളാഴ്ച വല്ലതും പോകാം. പിന്നെ തിങ്കളാഴ്ച കൊച്ചിനെ സ്കൂളിൽ വിടാതിരിക്കും. ഞാൻ തന്നെ പിന്നെ അവസാനം കൊണ്ടുപോകും.
പഴുതിയേക്കും. യെസ് ബേബി, എന്നാ ഉണ്ട്, കഴിച്ചോല്ലോ? ലുക്കൊക്കെ മാറ്റി ചെറുതായിട്ട് മാറ്റി വരുന്നു. ഇവിടെ കുറേ പണിയുണ്ട്, അതുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്താൽ ശരിയാകത്തില്ല. വേറെ കുറച്ച് പരിപാടികൾ ചെയ്തുകൊണ്ട് പോകണം. ഈ അടുപ്പൊക്കെ മാറ്റാനുള്ള അവിടെ നിന്ന്. ചേരേനെ കണ്ട് പേടിച്ച് കയറി അമ്മ. വെയിലാണേ, രക്ഷയില്ലാത്ത വെയിൽ. കേരള ടുഡേ ന്യൂസും കയറി കയറാം. ഓർണത്തെ മിക്കപ്പോഴും കാണും ആണല്ലേ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അക്ഷയയിലോട്ടാണ് സുഹൃത്തുക്കളെ. ഇന്ന് അക്ഷയയിൽ ഇറങ്ങാൻ ജയപ്രഭയ്ക്ക് നേരമില്ല. ഒന്ന് നാരായണിയെ കൊണ്ടല്ല, ശാംഭവിയെ കൊണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയല്ലേ. നാരായണിയുടെ ആധാർ കാർഡ് പുതുക്കണം, ശാംഭവിയുടെ ആധാർ കാർഡും പുതുക്കണം. ഇതാണ് BSNL. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായില്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം ഇതല്ലേ കയറി നാരായണിക്കൊരു ഫോൺ വന്നിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ്. ആരാ തന്നെന്ന് പറയുന്നില്ല, രണ്ടതാണ്. ഓ, ഓടിക്കുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫോൺ മേടിക്കാൻ വേണ്ടി നാരായണി ചെല്ലടേ. വേണ്ട ചേട്ടായിക്ക് അപ്പയ്ക്ക് അവിടെ ഒരു റൂമുണ്ട്, അവിടെ ആ പുറത്തുള്ള പിടി. ഞാൻ ചോദിക്കട്ടെ, ഓഫാക്കുണ്ട്. തൊരയല്ലേ, നമുക്ക് അവിടെ ചെന്നിട്ട് ആ തൊര മാറ്റാം. ഭയങ്കര തൊരയാണ് ആരാണിക്ക് പൊട്ടിക്കാൻ. എന്തായാലും തൊഴിലാണ് തൊട്ടടുത്ത് തന്നെ നമ്മളെ രക്ഷയാണ്. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. അവിടെ വെച്ചിട്ട് നമുക്ക് സമയം കിട്ടുമല്ലോ പൊട്ടിക്കാം. അനുപമയല്ലേ, നമ്മുടെ സ്വന്തം പോലീസ് സ്റ്റേഷൻ. നമ്മുടെ സ്വന്തം പോലീസ് സ്റ്റേഷനാണ്. എല്ലാം എടുത്തിട്ടുണ്ടോ? അക്ഷയ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ സ്വന്തം അക്ഷയ മണ്ഡലമുണ്ട്. പോയേക്കാം. എടുക്കാം. അത് വേണ്ട, ഇതെടുത്തു. അത് വേണ്ട. ഇച്ചിരി കഴിഞ്ഞു പോയിരിക്കേ. അതിലാണ് ഇറങ്ങുന്നേ. നാല് കല്ല്. അതിലേ പോട്ടോ. അവൾ വിളിച്ചിട്ടേ നമ്മളോട് ചെല്ലാൻ പറഞ്ഞു, ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ അവൾ പറയാം ഇപ്പം വരണ്ട, കുറച്ച് കഴിഞ്ഞ് വന്നാൽ. ഇനിയിപ്പോൾ ഇവള് ഇവിടെ നിൽക്കി കുറച്ച് കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ അലമ്പാകും. നമ്മൾ പിന്നെ അങ്ങ് പോയേക്കാം. എന്നാലും ചെല്ലണം അങ്ങനെ. എന്നാലും ഇനിയിപ്പം പയ്യെ നടക്കാം.
അവരുടെ ഈ സാധനമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെയാണ് അവൾ ഒരുങ്ങിക്കോളാൻ പറഞ്ഞത്. ഈ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഒരുങ്ങി കഴിഞ്ഞിട്ട് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർച്ചി അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഇന്നത്തെ ദിവസം കണക്കാം. ഇനി പിന്നെ അക്ഷയെ കൊണ്ടിട്ടും കാര്യമില്ല, കാരണം അവിടെ അലമ്പായിരിക്കും. ഇപ്പം മര്യാദയ്ക്ക് വലിയ കുഴപ്പം അന്ന് വീണതുകൊണ്ട് അത് അന്ന് വിഷയമായി. ഇനിയിപ്പം മര്യാദയ്ക്ക് അങ്ങ് വലിയ ലാവശ്യമായിട്ട് ഒരു കഥയൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോവാണ് ഓക്കെ ആവും. പയ്യെ പോയാൽ മതിയേ. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ പോലെ വീടല്ലേ. അപ്പഴ കൂട്ടാൻ ശ്രീകത്ത് വേണ്ട കണ്ട് കാറൊന്നും വേണ്ട, ഇവിടെ തൊട്ടടുത്ത് നടന്നു പോകാം നമുക്ക്. നിനക്കൊക്കെ എന്നാടി വരണ്ട, വാ. വരണ്ടെന്ന് പറഞ്ഞ് ആദ്യം ഇപ്പം വരാൻ പറഞ്ഞ്, പിന്നെ വരണ്ടെന്ന് പറഞ്ഞ് പിന്നെ വരാൻ പറഞ്ഞ്. ഏതാണോ തീരുമാനമാണ്? ചെരുപ്പിട്ടുകൊണ്ട് പോയാലേ ഇച്ചിരി കൂടെ നടക്കുന്നതിനകത്ത് അവർക്ക് ഇച്ചിരി ഇതുണ്ട്. ചെരുപ്പില്ലാതെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയറായിട്ട് നടക്കും. അതുകൊണ്ട് ചെരുപ്പിടിച്ചില്ല. മഴയൊക്കെ നിന്ന പോലത്തെ കാലാവസ്ഥ ഇപ്പം. കപ്പളം എത്രണ്ണമാണോ വിട്ടിട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് വിഷമം. കപ്പളമൊക്കെ എത്ര പാടാണെന്നറിയോ എടുത്തു വരാൻ. മറ്റേ കപ്പളങ്ങയൊക്കെ ഉണ്ടാകാൻ പോകട്ടോ, അന്നേരത്തേനും വരെ വെട്ടിക്കളഞ്ഞു. ഒരെണ്ണം കണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അടുത്തുള്ളവർക്ക് പഠിക്കാൻ. എവിടെ? അല്ല, കാറ്റെങ്ങനെ ഉണ്ടെന്ന് നോക്കിയ സൂപ്പർ കാറ്റല്ലേ? ഒന്നുമില്ല. ആ ഫോട്ടോ എടുക്കാൻ. ആ കണ്ണി നോക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി. വെയിലത്ത് മാറിയേക്ക്. ഹലോ, ഒന്ന് പോയി വേറെ പണി നോക്കണേ. അപ്പോൾ സൗകര്യമില്ല. നീ അവരുടെ നിൻ്റെ ഒക്കെ ചെയ്യുക ആദ്യം. നാരായണ പുതുക്കുന്നില്ല നീ? ആ ശരി, ഇത് പിന്നെ എന്നാ വാ. ഫോട്ടോ എടുക്കുന്നേ ചേച്ചിയായിരിക്കും. അതുകൊണ്ട് അവിടെ അക്ഷയായിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ്. നമുക്ക് ആറ്റിക്കൂടെ കയറി അപ്പുറത്തോട്ട് പോകാനാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. ആ ടവർ ഇരിക്കുന്ന ബിൽഡിങ്, ആ കാണുന്ന ബിൽഡിങ്ങിലാണ് അക്ഷയ. അക്ഷയുടെ ബോർഡ് വരെ കാണാമല്ലോ ഇവിടുന്ന്. എന്നാടാ എന്നാ ആ നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ. കരിക്കൊക്കെ ഇപ്പോൾ ആഗ്രഹം വരുന്നതാണോ? ഷെബീനച്ചിയുടെ വീഡിയോ ഞാൻ കാണിക്കാം. അല്ല, ആ കാർ ഏതാടി? ആ കാർ ഏതാ? അല്ല, നമ്മൾ നടന്നു പോകും. കാറിനല്ല, നീ നടന്നു പോകും. അത് ഷെബി അണ്ണച്ചിയുടെ ഇതേ വീട്. ഇതാണ് അണ്ണച്ചിയുടെ വീട്. കണ്ടോ കണ്ടോ? എന്തിയേ അക്ഷയ വരെ. അപ്പൊ ഞാൻ കാർ നോക്കട്ടെ. കാരണം അണ്ണച്ചി ഇല്ലെന്ന് ഇവിടെ. എവിടെയോ പോയെന്ന് കണ്ടില്ലെന്ന് അമ്മ പറഞ്ഞു. പക്ഷേ കുറച്ച് പോകണം, ഇല്ല കറങ്ങി പോകണ്ടേ. അതൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇതൊരു ഒരു കടയാണ്, ഒന്നും തുറന്നിട്ടില്ല.
നീ ഇതിലേ പോയിട്ടുണ്ടോ? ഇതിലേ പോയിട്ടുണ്ടോ? എവിടെ പോയതാ? ഇതിലേ കൂടെ നീ എവിടെ പോയതാ? ഏ വീഴാനോ? മതിയോ? അതല്ല, നാളെ നീ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല ഇല്ലല്ലേ? ഉണ്ടോ? പാലം കയറണം, പാലം. കുറേ വണ്ടികൾ വരും. ഓരോരുത്തരുടെ 6 കണ്ടോ? 6 താഴെ ഉണ്ടോ? ബസ്സുണ്ടോ? ബസ് കട്ടപ്പനയ്ക്ക് പോന്നോ? കട്ടപ്പന ആരാ ഉള്ളത്? ആ വിനോടെ കട്ടപ്പനയുടെ വണ്ടിയാ. വിനോ കട്ടപ്പന ഇല്ല, ഇപ്പോൾ കോട്ടയം പോയിപ്പോ. കോട്ടയം വേറെ വണ്ടി. KSRTC കോട്ടയം. അല്ല ആ ഇതിൻ്റെ അപ്പുറത്താ ഇത് ഈ കാറ് കിടക്കണമല്ലോ. എൻ്റെ അവിടെ ആ ഓ അതെ മേലെ ഇവിടെയാണ് ഒരക്ഷയ. ആ പോവാം. മേളി വരെ അക്ഷയാൽ അല്ല ഇവിടെയാണ് നീ. ഇതാണ് നാട്ട അക്ഷയ കേന്ദ്രം കമ്പ്യൂട്ടറില്ല. അങ്ങോട്ടല്ല, ഇവിടെ. തിരിഞ്ഞു പോയാ അറിയാം. സിബ് അപ്പം ഫ്രണ്ടിലാണോ? ാണ് ഇന്നൊരു കേസും ഇല്ല കേട്ടോ. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ മിണ്ടത്തൊന്നുമില്ല, താർത്തൊന്നുമില്ല. അല്ലടിച്ചാൻ പോയി. ആ ഇത് ഫോണ് ആരാണെങ്കിൽ ഫോൺ വന്നാ നമുക്ക് വീട്ടിൽ ചെന്ന് പൊട്ടിക്കാം. നീ കരയാതിരുന്നോ? നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കാം. നീ അപ്പടെ വായി വെക്കാം. ആരാണ്ട് ഹലോ ആരാണ് ഇരിക്കുന്നത്? കൊള്ളാം. ആ ഞാൻ അടയ്ക്കാറാകുമ്പോൾ വിളിച്ചേക്കാം. ഓക്കെ. എന്നാ അറിയത്തില്ല. അത് കാണിക്കാം, മോളെ കാണിക്കാം കേട്ടോ. ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ. ഇവിടെ നോക്കി നമുക്കൊരു ഫോട്ടോ എടുക്കാം. അത് കണ്ടോ? നേരെ ഇരുന്നേ, നേരെ ഇരുന്നേ, ഒന്ന് നേരെ ഇരുന്നാ മതി. ഇങ്ങോട്ട് നോക്കും. ഇത്തിരി നടത്തി കൊടുത്താൽ മതി. ആ
ഇവിടെ നോക്കി നേരെ ഇത് നേരെ നിർത്തിക്കടി. ഇങ്ങോട്ട് അങ്ങനെയുണ്ട്. ഒരു തരത്തിലൊരു കുറച്ച് ഭാഗം ഒപ്പിച്ചിട്ടുണ്ട്. ഒരു 5 വിരൽ കിട്ടി. 5 വിരൽ ആകെപ്പാട് 5 വിരലേ കിട്ടിയുള്ളൂ. പോകാന്ന് പറഞ്ഞില്ല. എന്നാൽ ഇന്ന് മേടിക്കണ്ടേ, പോയേക്കാം. ഐസ്ക്രീം ഒന്നും മേടിക്കണ്ട, പോയേക്കാം. വേണ്ട, പോവാം. ഒന്നും മേടിക്കുന്നില്ല. ഞാൻ അലമ്പ് ഒന്നും മേടിക്കുന്നില്ല. ഐസ്ക്രീമും ഇല്ല, മുട്ടായി ഇല്ല, ഒന്നുമില്ല. വിട്ടുപോകുന്നു കേട്ടോ. വേണ്ട. കാർച്ചയാണ് കാർച്ച. കാർച്ചോട് കാർച്ച. പൊക്കോ. വീട്ടിൽ പൊക്കോ. പെട്ടെന്ന് വീട്ടിൽ പൊക്കോ കേട്ടോ. നിന്റെ നോക്കിയായിരുന്നു. നിന്റെ പുതുക്കിയാണോ ഒന്ന് ഇപ്പോഴോ? ഇന്നലെ പിടിച്ചു. ചെരുപ്പിട്ടുണ്ടോന്ന് വല്ലയിടത്തും തലയും കുത്തി വീണിട്ട് പിന്നെ ഞാൻ ആ ഷൂ ആയിട്ട് അന്ന് വീണത് കണ്ടില്ലായിരുന്നോ? കാറിയില്ലോ. കാറിയൊക്കെ ഒന്നും ഐസ്ക്രീമും ഇല്ല, ഒന്നുമില്ല. ഭയങ്കര അലമ്പായിരുന്നു. പിന്നെയും കയറി. അതുകൊണ്ട് ഒന്നുമില്ല. മുട്ടായി പോലും ഇല്ല. വീട്ടിൽ പോക്കോ നീ. ഓട്ടോ വിളിച്ചു പോക്കോ. നടന്നു പോന്നോ? ഓട്ടോയ്ക്ക് പോന്നോ? ഓട്ടോയ്ക്ക് പോകും. എന്നാ പിടി. നീ പോയി ഇത് മേടിക്കണ്ട നിനക്ക് കണ്ണാടി. ഞാൻ പൊക്കോട്ടെ. സോറി. എടുക്കണം കേട്ടോ. ഇവളെ പിടിച്ച് നടുക്കങ്ങാനും എടുത്തണം. അതൊന്നുമില്ല, ഞാനിപ്പോ ഇങ്ങനെ വരും. വേണ്ട, നമ്മളെ ആരെയും വിളിച്ചോണ്ട് ജോലി. എന്നാ പിന്നെ ശ്യാമളമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വാ പോയേക്കാം. ഞാനല്ല വിളിച്ചേക്കാം. അതിനാ വേണ്ട, ഓട്ടോ വരട്ടെ. ഇത് നിങ്ങളുടെ സ്കൂൾ ബസ് നിന്റെയാണോ? നോക്കി ഇതേ കയറിപ്പോയാലോ? അവിടെ നിൽക്കാം. നീ പോയി ജയാക്കൊണ്ട് തോറ്റല്ലേ ഞാൻ. ഓട്ടോ വേണ്ട, ബസ്സിന് ഇതാ റെഡി. അല്ല പിന്നെ ഇനി എപ്പോൾ കത്താനാ? നീ വേഗം കഴിച്ചിട്ട് വിളിക്കുക. ഞാൻ ഡീറ്റെയിൽ കയറിയിട്ട് ഇവിടെ നനായും കയറിയിട്ടില്ല. ഓക്കെ. എന്നാ
ഇങ്ങോട്ട് വാ. ഇതിലെ വാ ഇറങ്ങ. മണ്ണിനെ പരാതി പറച്ചില്ല, ഭയങ്കര പരാതി പറച്ചില്ല. നിർത്തോ ഈ പൊട്ട് നടക്കത്തില്ല. ഏതിലെ വല്ലതും കണ്ടിട്ടാണോ ഈ പറയുന്നേ? ഇവിടെ പാവേ ഇതൊക്കെ. ദൈവമേ എനിക്ക് വയ്യ. ജീവിതത്തിൽ അകത്തിയാതി പറയണമായിരുന്നു. ഇതിലുവോ? പിന്നെ ഇതൊക്കെ വലിയ ഇതാകുന്നല്ലേ മോനെ, ഇതൊക്കെ നല്ല ഇതാകുന്ന. ഇതൊക്കെ ഇതിനകത്ത് ഒന്നല്ലേ വഴുതനാന്ന് പറയുമ്പോൾ ഇങ്ങനെ അങ്ങ് പടരും. ഇനി ഇതെടുത്ത് ആ കുളത്തിൻ്റെ അവിടെ അങ്ങനെ കൊണ്ട് ബാക്കി ഭാഗി വെക്കണം. പാഞ്ചായത്ത് തന്നെ ഇട്ട് ഞാൻ പോകുന്നു. എന്തോ പോലെ എനിക്ക് അയ്യോ വേറെ ഉത്തരവാണോ ഇത്? മീനൊക്കെ രസമുണ്ട്. രസം വന്നോ? ഇതൊക്കെ പറ്റും. ഞാൻ പറയുമ്പോൾ കേൾക്കില്ല. ഇങ്ങനെ വെച്ചാൽ ഒന്നും ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ഒരൊറ്റയാണ് ഇങ്ങനത്തെ പടരാറുള്ളത് ഇവിടെ ഇതിനകത്ത്. ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇത് വെച്ചാൽ ഒന്നും ആകുകയില്ല. പിന്നെ വേറെ ഒന്നും കൂടെ ഇങ്ങോട്ട് വെച്ചിട്ട്, പക്ഷെ ഇവിടെ മുഴുവൻ വെയിലടിക്കുന്നതുമായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ വെയിലടിക്കും. അല്ലെങ്കിൽ ഇതിനൊക്കെ വഴുതനൊക്കെ നല്ലതായിട്ട് ശിഖരം ഇട്ട് പോകുന്നത്. എടുക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും പിന്നെ 2 3 ഇത് മതി. അതും കൊണ്ട ഇത് വിളഞ്ഞല്ലേ പണേ ആയിരിക്കും. ആയിരിക്കും നല്ല ടേസ്റ്റ്. അതോ മറക്ക എത്തുക നോക്കട്ടെ. മോനെ ഞാൻ നോക്കാം. അവിടെ എന്നാ കാണിക്കാനടി? അതിലെ ഇറങ്ങാം, സ്റ്റെപ്പ് ഇടാന്നാണെന്ന് തോന്നുന്നു. കട്ടുമണമുണ്ട്. വെച്ചു നടക്കുന്നതിനും ഭേദമാ. ഭാസ്കരൻ നോക്കിക്കാമേ. അതിനെ അതിലല്ലേ ഒരു ഇത് വെച്ചിട്ടുള്ള ഇത് മതിയായിരിക്കും. ഇത് ഈ സംഭവമൊക്കെ അല്ലേ അതെല്ലാം അതിലൂടെയെല്ലാം കയറിയിട്ടെല്ലാം മാറിഞ്ഞോട്ട് വീഴാനായിട്ടാവും. സാധനം പിടിക്കാൻ വന്നോ? ഞാനിവിടെ പോകാനാ. ഇവിടെ തന്നെ ഞാൻ കുരിശുപള്ളിയുടെ ഒന്ന് അങ്ങോട്ട് അവിടെ തന്നെ വരും. എടുത്തു ഫോട്ടോ എടുത്തു. എൻ്റെ എടുത്തെടുത്ത് ആർക്കറിയാം എടുക്കുമല്ലേ അത് കാണണം. എല്ലാവരും കൂടി കാണണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ല. പൊക്കോട്ടെന്നാ. ഞാനിരിക്കുമെന്ന് ഓർത്തിരുന്നാണോ? അതെ, അത് കണ്ടായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഇരുന്നു. എടീ ഞാൻ അഴിച്ചു വിട്ടെ. ആര്
ശ്യാമളമ്മ എന്നിട്ടുണ്ടല്ലോ അടുക്കള കയറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് കാറും. ഞാൻ കേൾക്കണം എന്നിട്ട് നീ കേൾക്കണ്ട. നീ കാർത്തണ്ട, നിനക്ക് മുട്ടായി നിന്റെ ഐസ്ക്രീം എല്ലാം പോയില്ലേ? ഒന്നുമില്ല എനിക്ക് കേട്ടോ. കാറായിരിക്കുവാണ് തരാന്നല്ലേ പറഞ്ഞത്. കാറി കൊണ്ട് നിനക്കൊന്നുമില്ല. അവനെ എല്ലാം കൊണ്ട് വന്നിട്ട് എവിടെ കൊണ്ടിട്ടു? എല്ലോ ആ എവിടെ കൊണ്ടുപോടാ നിന്റെ ഐറ്റം കൊണ്ട്. ചൂടിട്ടേക്കുന്നുണ്ടോ? അല്ല ചൂടിട്ടിരിക്കുന്നുണ്ടോ? കണ്ടോടി, ഉത്തരവാദിത്തമുള്ള ആൾ വന്നില്ലേ കംപ്ലൈൻറ്റുകൾ പറയാൻ. അയ്യോ ഇതന്നെ കൊച്ചമ്മ ഒത്തിരി കറുത്തു പോയല്ലോ. ഇത് ചെയ്താ സിംബ പേടിച്ച് കാറും കേട്ടോ. ഒരുപാട് സമ്മേളനം നിന്ന് നടക്കുവോ? കൂടിനകത്തല്ലേ? ഓ ഈ ചിമ്പാണല്ലോ തന്നെ ഭയങ്കര കട്ടുമണം കൊണ്ട് ഇതിനകത്ത് ഇരിക്കത്തില്ല മോനെ. എന്നാന്ന് വിചാരിച്ചേ കേട്ടോ. ആരാ ഇത്? മറ്റേ പുള്ളി മെന്റലിസ്റ്റ് അല്ലല്ലോ. മെന്റലാന്ന് പറഞ്ഞു. അല്ല മറ്റേ ഈ കറുത്തതും മേടിച്ചേക്കുന്നു. നീലയാ നീല. കണ്ണ് കാണത്തില്ലാത്തോണ്ടോ? കുഴപ്പമില്ല സാർ, ക്ഷമിക്ക്. നീല ഞാൻ മനപ്പൂർവ്വം കഴിച്ചാണ്. ഇലക്ഷൻ കഴിക്കാൻ പോകണം. ആൽക്കമിസ്റ്റോ അത് പറ. അതുപോലെ ഇരിക്കുന്നു. സിംബാനെ വിളിച്ചുകൊണ്ട് കെട്ടടി. സിംബ കേടാ. എന്നെ കേട്ടോ. അങ്ങോട്ട് വരൂ, അങ്ങോട്ട് വരൂ. എന്നാ കുഴപ്പം? നല്ലതല്ലേ? എങ്ങനെയുണ്ട്? ജയപ്രഭ മാഡം വന്നത് എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. മറ്റേ ലെൻസ് കാണോ? ഓ ഇല്ല എങ്ങനെയാണ്? ഇല്ല, നോക്കൂ, ഭയങ്കരം. കാശ് വേണ്ട സങ്കടമാണ്. ആ ചുമ്മാ കിട്ടോ പിന്നെ. അത് രണ്ടാമത്തെ പൊട്ടിക്കണ്ടേ? പോകാൻ പൊട്ടിക്ക്. ഇനിയും പൊട്ടിക്കാം. ഇത് ഞാൻ പൊട്ടിച്ച് തരാം. നീ ആണിക്കടി. അവനിവിടെ കിടന്ന് വരത്തും കേട്ടോ. പിന്നെ എന്നാ എത്ര പേര് ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ല അല്ലേ? അത് ഇവിടെ ഇതിനു മുമ്പ് വന്നവരൊക്കെ ഇവിടെ കിടന്ന് വരത്തിക്കൊണ്ടിരിക്കണമല്ലോ. അവരൊക്കെ എന്ത് ചെയ്യും? ശ്യാമളമ്മ വല്ല പോയപ്പോൾ കൊണ്ടുപോയായിരുന്നോ? ആ പിന്നെ അവൻ തന്നെ ഇവൻ തന്നെ അവൻ. എന്നാ ഇതിലൊരു കരിമൂർക്കം പോയിരുന്നു പ്രാവശ്യം. അതിനെ പിന്നെ കണ്ടിട്ടില്ല. അതെന്ത് ഇവിടെ പോയെന്ന് പറയാം. പിന്നെ ഞാൻ സ്വർണ്ണ കളറിലൊരെണ്ണം കണ്ടായിരുന്നു, അതും കണ്ടില്ലല്ലോ. അതെന്ത് സ്വർണ്ണ കളറിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നേ. അത് 10 പഠിക്കുമ്പോ ഒന്നുമല്ല, 9 പഠിക്കുമ്പോ ഈ കൈ ഒരു 5 മാസം മുമ്പത്തെ കാര്യം പറഞ്ഞു. ആ ശരിയാ. മഴയത്ത് മഴയത്ത് എന്നെ അവിടെ കാലൊക്കെ മാറ്റി വിട്ടു. അപ്പ ഫോണാണോ? തുറക്കാനും അറിയത്തില്ല, എന്നിട്ട് ഞാൻ തുറക്കാൻ സമ്മതിക്കത്തുമില്ല. മതി, ഇനിയെങ്കിലും ഒന്ന് താ. കാണിക്കേ, ഫോൺ കാണിക്കാൻ. എടി കാണിക്കോളി. കാണിച്ചേടി, ചേച്ചി കാണിക്കേ. കാണിക്കവാ, കാണിക്കണേ, കൊച്ചിനെ കാണിക്കേ.
റൈറ്റ്. ഇരിക്കില്ലേ? ചാർജറൊന്നും ഇല്ല കേട്ടോ. ശ്യാമളമ്മയുടെ കൂട്ടാ ആര് പറഞ്ഞു? അല്ലേ? കേബിളുണ്ട്. കേബിളുണ്ട്. കേബിളുണ്ട്, പിന്നെ കുഴപ്പമില്ല. ആ കുഴപ്പമില്ല. കുഴപ്പമൊക്കെ ഉണ്ട്. ഭയങ്കര പാക്കിങ് ആയിട്ട്. ആ ജയയുടെ സുഖം മേടിച്ചില്ല.